ഇഗ്നോ നിങ്ങൾ എന്തിനാ അവഗണിച്ചത്? 2010 പഞ്ചായത്തിനോട് ഭൂമി ചോദിച്ചു. ഇഗ്നോന്റെ ക്യാമ്പസ് ഇവിടെ വരുമെന്ന് പറഞ്ഞു. മുല്ലപ്പള്ളി ആഭ്യന്തര സഹമന്ത്രി അവിടെ MP ഫണ്ട് ഉപയോഗിച്ച് അല്പം മതിൽ കെട്ടിയത് വെച്ചാൽ പിന്നീട് ആരും അതിനൊന്നും ചെയ്തിട്ടില്ല. കേബിൾ ലീഡറിനോ? അല്ല, ഭൗതിക സാഹചര്യങ്ങൾ നല്ല സ്ഥലം ചോദിച്ചപാട് അന്ന് മുല്ലപ്പള്ളി ഏക്കാനാണ് ഇനി മുന്ന് പ്രസംഗിച്ചത്. ഒരുപാട് കോൺഗ്രസ് പഞ്ചായത്തുകളുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പഞ്ചായത്ത് മണിയൂർ പോലെ CPM എടുത്ത് പോസിറ്റീവ് നിലപാടെടുത്ത പഞ്ചായത്ത് എന്റെ മണ്ഡലത്തിൽ ഇല്ല എന്ന് പ്രസംഗിച്ചത് മുല്ലപ്പള്ളിയാണ്. അന്ന് മുതൽ എല്ലാ സഹായവും നമ്മൾ ചെയ്തു വരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. മുരളി വന്നപ്പോഴും ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേനെ ഇത് തിരിച്ചുമായി തരാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. മുരളീധരനെതിരെ ഈ സിറ്റിംഗ് MP എന്ന നിലയിൽ ഒരു വിരുദ്ധ വികാരം ഉണ്ടോ മണ്ഡലത്തിൽ? ഒന്നും ചെയ്തില്ല. ഇപ്പൊ പറഞ്ഞെന്താ നവോദയം എന്തോ ചെയ്തു, എന്തോ ഒരു SC ഫണ്ട് ഉപയോഗിച്ച് 2 ലക്ഷം 3 ലക്ഷം റോഡിന് ചെയ്തു എന്നല്ലാണ്ട് വികസന പ്രവർത്തന കാര്യത്തിൽ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലേ? അവസാനത്തെ 6 മാസം അത്രേ ഉള്ളൂ. അതിനു മുമ്പ് മണ്ഡലത്തിൽ ഉണ്ടായില്ല. 4.5 കൊല്ലം ഇല്ലായിരുന്ന ഒരു MP ആണ്. ഇവിടെ തീർച്ചയായിട്ടും കോവിഡ് കാലത്ത് നമ്മുടെ MP-യുടെ ഒരു ഫണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഫണ്ടിൽ നിന്ന് പരമാവധി മണിയൂർ പഞ്ചായത്തും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ശൈലജ ടീച്ചർ വരുമ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അക്രമ രാഷ്ട്രീയം അല്ലെ? അക്രമ രാഷ്ട്രീയത്തിലെ ടീച്ചറുടെ നിലപാടെന്താണ്? കുഞ്ഞനന്തനോട് കാണിക്കുന്ന ആ ഒരു നിലപാടെന്തായിരുന്നു? മരിച്ചപ്പോ കാണിച്ച ആ കൊലപാതക രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടെന്താണ്? മുരളിയോട് മുരളി അത് നമ്മൾ പറഞ്ഞു. അതായത് മുരളി ഇപ്പോഴും കേന്ദ്രത്തിൽ ഭരണമില്ലാത്ത ഒരു ഏക മുഖ്യമന്ത്രിക്ക് സ്വേച്ഛാധിപത്യ ഭരണം നടത്തുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒരു MP-ക്ക് എത്രമാത്രം നേടിയെടുക്കാൻ കഴിയുമെന്ന് ഇവരുടെ ആലപ്പുഴ MP ഉണ്ടല്ലോ, അതും നമുക്ക് പരിശോധിച്ചാൽ മതി. അതുകൊണ്ട് കെ മുരളീധരൻ ഈ മണ്ഡലത്തിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ചോദിക്കുന്നത് ഒളിച്ചോടിയതാണോ എന്നാണ്. യാതൊരു കാരണം മത്സരിക്കാൻ തയ്യാറായി നിന്നപ്പോൾ കെ മുരളീധരൻ ഇവർ ഏറ്റവും ജയിക്കുമെന്ന് പറയുന്ന സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ പോയതാണ്. ആ സുരേഷ് ഗോപിയെ തോൽപ്പിക്കണ്ടേ? ശൈല ടീച്ചറെ തോൽപ്പിക്കാൻ ഇതിലും വലിയൊരു സ്ഥാനാർത്ഥി വരുമോ? പാലക്കാട് എവര് BJP ജയിച്ചു എന്ന് കൃത്യമായി വിചാരിച്ച് മെട്രോ ഷാഫി പറമ്പിൽ ഇവിടെ ജയിച്ചു എന്ന് കരുതുക. അങ്ങനെ ജയിച്ചാൽ പാലക്കാട് BJP ജയിക്കൂലേ? അവിടെ അതാണ് പറഞ്ഞത്. കേരളത്തില് എല്ലാ ജില്ലയിൽ നിന്നും മത്സരിച്ച് തോക്കുന്ന BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉണ്ടല്ലോ, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തില് വയനാട് തോറ്റതിന് ശേഷം അദ്ദേഹം പാലക്കാട് കൂടി വരണം. ആ പാലക്കാടിലും അതിലും വലിയ ഭൂരിപക്ഷം. ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് പാലക്കാട് പോകും. ഷാഫി പറമ്പിൽ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടാവും. അപ്പൊ പാലക്കാട് ആരുണ്ടാവും? പാലക്കാട് മത്സരിക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥി BJP-യെ ഈ കേരളത്തിൽ 3000 വോട്ടിന്റെ നേരിയ വ്യത്യാസമേ ഉള്ളൂ. 3000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. എവിടെ? പാലക്കാട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എത്ര ഭൂരിപക്ഷമായാൽ പോലും പാലക്കാടിന്റെ രാഷ്ട്രീയ മണ്ണില് CPM-നോ അതേപോലെ തന്നെ BJP-ക്കോ ഒരു വിധത്തിലും ജയിച്ചു കയറാൻ പറ്റില്ല എന്നുള്ളത് ചോരയിൽ നിന്നും എന്ന് പറയുന്നത് പോലെ ഷാഫിയിൽ നിന്നും 1000 ഷാഫിമാരുണ്ടാവും എന്നാണ്. ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ആ സ്നേഹം, ആ ഒരു കരുതല് അത് നമുക്ക് ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോൾ എത്രമാത്രം കുറ്റം പറഞ്ഞ ആളുകളാണ്. ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോൾ ആൾക്കൂട്ടമുണ്ടായി. ആ ആൾക്കൂട്ടം നമുക്ക് ഒരു സിനിമാ നടൻ വന്നാൽ ഉണ്ടാവും. പക്ഷെ സിനിമാ നടൻ വന്നാൽ കണ്ണുനീര് സൃഷ്ടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് 10,000 തടിച്ചുകൂടിയപ്പോൾ അവരുടെ ഹൃദയവേദന ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും എന്ത് ചെയ്തു? റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തു. ആ ഹൃദയവേദനയുള്ള ജനത്തിന് നമുക്ക് തീർച്ചയായും ഷാഫിയെ തിരിച്ചു കൊടുക്കാം. ഷാഫിയെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? 3 കാരണം. ഒന്ന്, പാലസ്തീൻ വിഷയത്തിൽ ടീച്ചർ നിലപാട്. ഹമാസിനെ പിന്തുണച്ച ടീച്ചർ ഫേസ്ബുക്കിൽ നിന്ന് എന്തിനാ പോസ്റ്റ് പിൻവലിക്കുന്നത്? കുഞ്ഞനന്തനെ പിന്തുണച്ച ടീച്ചർ എന്തിനാ പോസ്റ്റ് പിൻവലിക്കുന്നത്? അതുപോലെ തന്നെ അഴിമതിയും, കൃത്യമായ അഴിമതി. ആ അഴിമതിക്ക് ആ വകുപ്പ് മന്ത്രി തന്നെയാണ് ഉത്തരവാദി.